അതൊക്കെ ഓരോട് ചോദിക്കണം, എന്നോടല്ല ചോദിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ അതൊക്കെ അന്നത്തെ കളക്ടറോട് ചോദിക്കണം, അന്ന് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചവരോട് ചോദിക്കണം. അല്ല, അതല്ല, അത് ഫിറോസിന്റെ നേതാവിനോട് ചോദിക്കാൻ പറയും. അല്ല, ഫിറോസിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്കാൻ പറയൂ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിനോട് ചോദിക്കാൻ പറയൂ. അവരല്ലേ ഇത് തീരുമാനിക്കുന്നത്. അത് ഇരിക്ക പറമ്പ് കച്ചവടത്തിന് കമ്മീഷൻ വാങ്ങുന്ന ഏർപ്പാട് മുമ്പെന്നെ ഇല്ല. അതൊക്കെ ഫിറോസിന്റെ നേതാക്കന്മാർക്കുമാണ് കമ്മീഷൻ വാങ്ങുന്ന ഏർപ്പാട് മുമ്പുള്ളത്, ഇപ്പോഴുള്ളത്. ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് ഫിറോസ് അങ്ങേക്കെതിരെ ആരോപിക്കുന്നത് അങ്ങ് കമ്മീഷൻ പറ്റിയിട്ടുണ്ട്, അത് അങ്ങ് നിഷേധിച്ചാൽ തെളിവുകൾ പുറത്തുവിടും. ഓക്കെ, തെളിവുകൾ പുറത്തുവിടട്ടെ. ഞാനതിനെ 100 വട്ടം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വരെ ജീവിതത്തിൽ ഞാനൊരു പറമ്പ് കച്ചവടം നടത്തിയിട്ടില്ല. ഞാൻ 18 സെന്റ് സ്ഥലം വാങ്ങി എന്നല്ലാതെ ഒരു പറമ്പ് കച്ചവടം ഞാൻ നടത്തിയിട്ടില്ല. ഇവരൊക്കെ പറമ്പ് കച്ചവടം നടത്തുന്നതിൽ വലിയ കേമന്മാരാണ്. ഈ ന്യായവിലിയും ഇതൊക്കെ നമ്മൾ വയനാട്ടിൽ ലീഗ് വാങ്ങിയ സ്ഥലത്തിനും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാനൊന്ന് പറയണമല്ലോ. 1,22,000 രൂപ സെന്റിന് ആകെ 35,000 റുപ്യക്ക് കിട്ടുന്ന സ്ഥലല്ലേ വാങ്ങിയത്. അപ്പോലിക്ക് ഇതൊക്കെ ശീലാണ്. അവരോട് ചോദിക്കാൻ പറയേണ്ടത് ഇത് തീരുമാനമെടുത്ത അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ്ബിനോടാണ്. അന്നത്തെ മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടിയോരാണ്. ഈ ഭൂമി നിർദ്ദേശിച്ചത് അന്നത്തെ തിരൂർ MLA സി മമ്മൂട്ടിയാണ്. തീർച്ചയായിട്ടും, പിന്നെന്താ സംശയം? അല്ല, LDF സർക്കാർ. ഞാൻ ചോദിക്കുന്നത് ആരാണ് ഇത് എടുക്കാൻ തീരുമാനിച്ചത്? അല്ല, CPM-മായി ബന്ധപ്പെട്ട ആളാണ് വരി എന്നുള്ളത് UDF ഭരിക്കുന്ന കാലത്ത് അറിയുമായിരുന്നില്ലേ? അല്ലാന്ന് ഗഫൂർ പി ലില്ലീസ് ആണ് ഇതിന്റെ ഉടമ എന്ന് 2016 ഫെബ്രുവരി മാസത്തിൽ കലക്ടറേറ്റിൽ വെച്ചിട്ട് കലക്ടറുടെ ചേംബറിൽ വെച്ച് കലക്ടറുടെ അധ്യക്ഷതയിൽ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം എടുക്കുമ്പോൾ അറിയില്ലേ ഇത് ഇടതുപക്ഷ അനുഭാവികളുടെ സ്ഥലമാണ്, എടുക്കണ്ട എന്ന് അവർക്കറിയില്ലായിരുന്നോ? അവരെന്തിനാ തീരുമാനിച്ചത് എടുക്കാൻ? അവരെന്തിനാ തീരുമാനിച്ചത്? ഒരു കമ്മീഷൻ ഏർപ്പാട് നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്, 1,60,000 തന്നെ വാങ്ങുള്ളൂ. പക്ഷേ 1,70,000 എന്ന് അന്ന് എഴുതി ചേർപ്പിച്ചത് ഇവരുടെ ഒരു സ്ഥിതി വെച്ചിട്ട് അങ്ങനെ കണക്കൂട്ടണം പ്രശാന്തെ. എല്ലാത്തിലും ഇവർ ലാഭം നോക്കും. ലീഗേറെ അറിയ പ്രശാന്തിന്, പക്ഷെ ശരിക്കും പറയില്ല എന്നുള്ളൂ പ്രശാന്ത്.